ുണ്ട് 7 അബ്വാബ്, 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും, ആ നരകാഗ്നിയുടെ 7 കവാടങ്ങളിൽ ഓരോ കവാടത്തിനുമുണ്ട് ജുസുഉം മഖ്സൂം, നിർണയിക്കപ്പെട്ട ചില ആളുകളുണ്ട്. ആ ആളുകളെയാണ് ഓരോ കവാടങ്ങളിലൂടെ തള്ളിയിടപ്പെടുന്നത്. വളരെ കഠോരമായ നിലക്കുള്ള ശിക്ഷകൾ നടത്തപ്പെടുന്ന വ്യത്യസ്ത കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായി 7 കവാടങ്ങളാണ്. ആ കവാടങ്ങളിലൂടെയാണ് ഓരോ വിഭാഗവും പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖദ് കുതിബ ലികുല്ലി ബാബിൻ മിൻഹാ ജുസുഉം മിൻ തിബാഇ ഇബ്ലീസ് യദ്ഖുലൂനഹു. പിശാചിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച ആളുകൾ ഓരോരുത്തരായി അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയായി. അവരതിലൂടെ പ്രവേശിക്കുന്നു. അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ അവർക്കാവില്ല. അത് പറയുന്നതിനിടയ്ക്ക് മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്, അജാറനല്ലാഹു മിൻഹാ, അല്ലാഹു ആ ജഹന്നമിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വകുല്ലുൻ യദ്ഖുലു മിൻ ബാബിൻ, ഓരോരുത്തരും ഓരോ വാതിലിലൂടെ അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ബിഹസ്ബി അമലിഹി, ഓരോരുത്തന്റെ അമലിന്റെ തോതനുസരിച്ച്. വയസ്തഖിറു ഫീ ദറകിൻ ബിഖദ്രി ഫിഅലിഹി, ഓരോരുത്തരും ചെയ്തിട്ടുള്ള ചമ്മാടിത്തങ്ങൾ എന്താണ്, ധിക്കാരങ്ങൾ എന്താണ്, അതിന്റെ കാഠിന്യത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് എവിടേക്ക് അവനെ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് അള്ളാഹുവിന് ഉറച്ച നിശ്ചയമുണ്ട്, തീരുമാനമുണ്ട്. അതിലേക്ക് ഓരോരുത്തരും വന്നു ചേരുകയായി. അങ്ങനെ വന്നു ചേരുന്ന നരകാഗ്നി എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ ആഴവും പരപ്പുമുള്ള ജഹന്നം. ആ നരകത്തീയുടെ ചൂടിന്റെ കാഠിന്യം എത്രയാണ്! ദുന്യാവിലെ തീ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദുന്യാവിലെ തീ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? വസ്ത്രമൊന്ന് അയൺ ചെയ്യുമ്പോ ഒരു ചെറുവിരലിലെങ്ങാനും അറിയാതെ അയൺ ബോക്സിലൊന്ന് ചെറിയാതെ ഒന്ന് തട്ടിപ്പോയാൽ അതിന്റെ നീറ്റൽ എത്രയാണ്! എത്ര ദിവസം നാം ആ വേദന അനുഭവിക്കുന്നുണ്ട്. അതിന്റെ പൊള്ളൽ എത്രയാണ്! ദുനിയാവിൽ എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആയിക്കൊണ്ട് തിളച്ചു മറിയുന്ന വലിയ വലിയ കരിരുമ്പുകളെ പോലും ഉരുക്കിക്കളയുന്ന അത്യുഷ്ടമുള്ള തീയുടെ പോലും ചൂട് നരകത്തീയെ അപേക്ഷിച്ചു നോക്കുമ്പോ നിസ്സാരം തന്നെ. കാരിരുമ്പിനെ ഉരുക്കിക്കളയുന്ന, വെള്ളം പോലെ ഒരുക്കിക്കളയുന്ന എത്ര ഡിഗ്രി ഉയർച്ചയിലാണിത് നടക്കുന്നത്. ആ കഠോരമായ തീ പോലും നരകത്തീയെ അപേക്ഷിച്ചു നോക്കുമ്പോ നിസ്സാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ബിനി ആദം ജുസുഉം മിൻ 70 ജുസുഇൻ മിൻ ഹർരി ജഹന്നം. ജഹന്നമിന്റെ ചൂടിന്റെ 70 മാത്രമേ ജനങ്ങളെ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ തീക്ക് പോലുമുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്തിന്റെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കിപ്പോയി. നരകത്തിന്റെ ചൂട്, ദുനിയാവിന്റെ ചൂടെന്ന് വർണ്ണിച്ചപ്പോഴേക്ക് തന്നെ അവർ പേടിച്ചുപോയി. ഇത് കേട്ടപ്പോ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, അത് തന്നെ മതിയില്ലേ? ദുനിയാവിലെ തീ തന്നെ പോരെ? അത് തന്നെ എത്ര കഠിനമാണ്, അത് തന്നെ എത്ര ഭീകരമാണ്, അത് തന്നെ എത്ര ഭയങ്കരമാണ്, അത് തന്നെ എത്ര കഠിനമാണ്. എല്ലാത്തിനെയും നശിപ്പിക്കാൻ അത് തന്നെ പോരെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അൻ കുല്ലുഹാ മിസ്ല ഹർരിഹാ. ഈ കാണുന്ന തീ ഇതിന്റെ ഒരു 69 ഇരട്ടി കൂടി അതിലേക്ക് ചേർത്തുകൊണ്ടാണ്, 69 ഇരട്ടി കൂടി അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അതാ കഠോരമായി കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് കത്തിച്ച് അതിന്റെ ചൂടിങ്ങനെ കുറയുകയല്ല, അതാളി കത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അത് അണഞ്ഞു പോവുകയില്ല. ഏത് തീയും കുറെ കത്തിയാൽ ഇന്ധനം തീരുന്ന പ്രശ്നമുണ്ട്, അത് അണഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. അതിങ്ങനെ അണഞ്ഞാൻ നോക്കുമ്പോ, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം, അണയാനെടുക്കുമ്പോഴെല്ലാം സിദ്നാഹും സഈറാ, അതിന്റെ ആളിക്കത്തിക്കൽ, അതിന്റെ ഗർജനം, അതിന്റെ കത്തൽ, അത് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായി. അങ്ങനെ കത്തിച്ച്
കഠിന കഠോരമായ നരകം. ആ നരകത്തിൽ ആശ്വാസത്തിന് വകുപ്പുണ്ടോ? നരകത്തിയിൽ നിന്ന് ഉയരുന്ന പുകകൾ പോലും കരിമ്പുകയാണ്. ഒരു തീപിടുത്തം നടന്ന പ്രദേശം, അവിടെ തീ പിടിച്ചിരിക്കുന്നു എന്ന് വിദൂരമായ സ്ഥലത്ത് നിന്ന് നമ്മളൊക്കെ പലപ്പോഴും അറിയാറുണ്ട്. ആ പ്രദേശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ദൂരദിക്കിലേക്ക്, മാനത്തേക്ക് നോക്കിയാൽ, ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കറുകറുത്ത പുക ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോ നമ്മൾ പറയാറുണ്ട് എവിടെയോ തീപിടുത്തം നടന്നിരിക്കുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ എത്രയോ കഠിന കഠോരമായ നിലക്ക് ഭീകരമായ ദൃശ്യമാണ്. അതിൽ നിന്ന് ഉയരുന്ന കരിമ്പുകയാണ്. രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് അടിക്കുന്നത്. സമൂമാണ്. രോമകൂപങ്ങളെപ്പോലും തുളച്ചു കയറാൻ മാത്രം ശേഷിയുള്ള അത്യുഗ്രമായ ഉഷ്ണമുള്ള ഉഷ്ണക്കാറ്റുമാണ് തീക്ക് പുറമേ അതിലടിച്ചു വീശുന്നത്. ചുട്ടുതിളക്കുന്ന അത്യുഷ്ണമായ ജലമാണ് അവിടെ തിളച്ചു മറിയുന്നത്. എന്താണ് വർണ്ണിക്കാൻ നമുക്ക് കഴിയുമോ? വിശദീകരിക്കാനാകുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്തത്ര വളരെ ഭീകരമാണ്. വൻ കെട്ടിട സമാനമായ, അതല്ലെങ്കിൽ മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ മാനത്തേക്ക് പാറുകയാണോ? മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകങ്ങളുടെ ഒട്ടകമെന്നല്ല, കന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകങ്ങളുടെ കൂട്ടങ്ങൾ മാനത്തേക്ക് വാരി വിതറപ്പെട്ടിരിക്കുകയാണോ എന്ന് നോക്കുന്നൊരു മനുഷ്യന് തോന്നുന്ന നിലക്ക് ജഹന്നമദാദിന്റെ തീപ്പൊരിയാണ് എറിയുന്നത്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ, കോട്ടകൾക്ക് സമാനമായ വമ്പിച്ച കെട്ടിടങ്ങളെ പോലെ തോന്നിക്കുന്ന നിലക്ക് ഒരു തീപ്പൊരിയെ കുറിച്ചാ വർണ്ണിക്കുന്നത്. ആ നരകം അതായത് തെറിയുകയാണ് നരകത്തിയിൽ നിന്ന്. അതിൽ നിന്ന് പാറിപ്പുറത്തേക്ക് വരുന്ന ഒരു തീപ്പൊരി അതാ കൊട്ടാരം പോലെ, കോട്ടകളെ പോലെ, വമ്പിച്ച കെട്ടിടങ്ങളെ പോലെ, കന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ വാരിച്ചതറി മാനത്തേക്ക് എറിയപ്പെട്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് ഭീകരമായ അതിന്റെ തീ എന്നല്ല, നരകം പുറത്തേക്ക് വിടുന്ന ഒരു തീപ്പൊരിയെ സംബന്ധിച്ച്, നരകമെറിയുന്ന ഒരു തീപ്പൊരിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് വർണ്ണിച്ചിരുന്നത്. അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവർക്കുള്ള ഭക്ഷണമോ, എന്താണതിൽ കുടിക്കാൻ കൊടുക്കുന്നത്, എന്താണതിൽ ഭക്ഷിക്കാൻ കിട്ടുന്നത്? നരകവാസികൾക്കും ജഹന്നമവാസികൾക്കും ഉണ്ടല്ലോ ത്വആമും ശറാബും ഒക്കെ. ശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിവരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് സാധ്യവുമല്ല. അല്ലാഹു പറഞ്ഞു, ഒരു വചനം കേൾപ്പിക്കട്ടെ. ഇന്ന ശജറത്ത സഖൂം, തീർച്ചയായും സഖൂം എന്ന ഒരു വൃക്ഷമുണ്ട് നരകത്തിൽ. സഖൂം വൃക്ഷം. സാധാരണഗതിയിൽ തീ എന്ന് പറയുന്നത് വിറകിനെ കരിക്കാനുള്ളതാണ്. അതേ അവസരത്തിൽ അതാ നരകാഗ്നിയിൽ മുളപൊട്ടുന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെ പരിചയപ്പെടുത്തിയപ്പോ അബൂജഹിൽ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട്, ഉത്ബത്ത് ചിരിച്ചിട്ടുണ്ട്, ശൈബത്ത് പരിഹസിച്ചിട്ടുണ്ട്. അത് പാപികൾക്കൊരു പരീക്ഷണം തന്നെയാണെന്ന് അല്ലാഹ് അതിനാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വിശ്വാസികളതാ ധീരയോടുകൂടെ കേൾക്കേണ്ട വചനമാണ്. ഇന്ന ശജറത്ത സഖൂം, ആ സഖൂം എന്ന വൃക്ഷം ത്വആമുൽ അസീം, അത് പാപികൾക്കുള്ള ഭക്ഷണമാണ്, പാപം ചെയ്യുന്ന ആളുകൾക്കുള്ള ഭക്ഷണമാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ, അത് കഴിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അത് എണ്ണക്കീടം പോലെ, അതല്ലെങ്കിൽ കറുത്ത എന്തോ ഒരു ദ്രാവകമായിക്കൊണ്ട് വയറ്റിലേക്ക് അവൻ കഴിക്കുമ്പോഴേക്ക് വയറ്റിലെത്തി കഴിഞ്ഞാൽ അതങ്ങനെ തിളച്ചൂരുകയാണ്. കഗല്ലിൽ ഹമീം, അത്യുഷ്ടജലമുള്ള തീവെള്ളം, ആ തീവെള്ളം അങ്ങനെ തിളച്ചുരുകി മറിയും പോലെ ഈ ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ വയറിൽ അതങ്ങനെ കത്തിജ്വലിക്കുകയാണ്, ഉരുകിയൊലിക്കുകയാണ്. അവസരത്തിൽ മലക്കുകളോട് അല്ലാഹുവിന്റെ ഓർഡറുണ്ട്, പിടിക്കൂ അവനെ ഇനിയും. അവനെന്താ പുറത്തു വരാനൊരു ശ്രമമുണ്ടോ? അവനെന്താ ഒന്ന് ഇങ്ങോട്ടൊന്ന് കരക്കെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? പിടിക്കൂ അവനെ. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, നരകത്തിയുടെ മധ്യത്തിലേക്ക് അവനെ പിടിച്ചു വലിച്ചെറിയൂ. എന്നിട്ടോ അവനൊന്ന് ആസ്വദിക്കട്ടെ. അവൻ വലിയ നേതാവായിരുന്നില്ലേ? അല്ലാതെ വ്യാഖ്യാനിച്ച് നടന്നവനല്ലേ? ശിർക്ക് ചെയ്തവനല്ലേ?
അതുപോലെ തന്നെ പലിശ വാങ്ങിയവനല്ലേ, വ്യഭിചാരത്തിന് പോയവനല്ലേ, ഹറാം ചെയ്തവനല്ലേ, ഹറാമായ മാർഗത്തിലൂടെ ജീവിച്ചവനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന് വെറുപ്പുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തവനല്ലേ, ദുനിയാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെ, ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടുമൊക്കെ അതൊക്കെ എനിക്കുൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞ് സർവ്വതും തള്ളിക്കളഞ്ഞു വലിയ മാന്യനായി വലിയ അന്തസ്സുള്ളവനായി ജീവിച്ചവനല്ലേ. കൊണ്ടുപോയി നിർത്തൂ നരകത്തിലുള്ളവനെ. എന്നിട്ടെന്താ ചെയ്യേണ്ടത്? നിൽക്കുന്നതോ തീയിലാണ്, അടിച്ചു വീശുന്നതോ ചൂടുകാറ്റാണ്, കുടിപ്പിക്കപ്പെടുന്നതോ കടുത്ത പാനീയമാണ്, കഴിപ്പിക്കുന്നതോ ഏറ്റവും തിളച്ചു മറിയുന്ന ഭക്ഷണമാണ്. ആ ഘട്ടത്തിൽ ശിക്ഷയ്ക്ക് മീതെ ശിക്ഷ എന്ന നിലക്ക് മലക്കുകളോട് ഈ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്? സുമ്മ സുബ്ബൂ മിൻ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം. ആ മനുഷ്യനെ ഞങ്ങൾ നിർത്തിയിട്ട് അവന്റെ തലക്ക് മീതെ, അവന്റെ തലയുടെ മുകളിലൂടെ ചുടുവെള്ളം ഒഴിക്കൂ. ഏറ്റവും അതികഠിനമായ കത്തിഷ്ടമുള്ള ജലം, തിളച്ചു മറിയുന്ന ജലം അവന്റെ തലയിലൂടെ ഒഴിക്കൂ മലക്കുകളെ. അല്ലാഹുവിന്റെ ഓർഡറാണ്. മലക്കുകൾക്ക് പിന്നെ താമസമുണ്ടോ? മലക്കുകൾക്ക് പിന്നെ ആ കൽപ്പന നടപ്പിലാക്കാൻ താമസമുണ്ടോ? അതാ എന്നിട്ടെന്താ പറയുന്നത്? ഈ മനുഷ്യൻ അട്ടഹസിക്കുകയാണ്, അവൻ കരയുകയാണ്, ആർത്തു വിളിക്കുകയാണ്. ആര് കേൾക്കാനാണ് അവന്റെ അട്ടഹാസം? ആരുണ്ടവന്റെ കാര്യങ്ങൾക്ക് പാവം തോന്നാൻ, സഹതാപം തോന്നാൻ?